ഹലോ, നമുക്കൊന്നൊരു ചിക്കൻ ഗ്രില്ല് ചെയ്താലോ? ഞാനിവിടെ ചിക്കൻ കഴുകണ നേരം കൊണ്ട് അപ്പുറത്തെ ഒരാൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കുന്നുണ്ട്. റീൽസ് കണ്ടുകൊണ്ടാണ് കേട്ടോ പണിയെടുക്കണേ. കൂടെ ഞാനും പോയിരുന്നു. ഞാൻ ചെന്നിരുന്നപ്പോഴേക്കും എല്ലാവരും റെഡി ആയിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ചിക്കൻ മാരിനേറ്റിനുള്ള മസാല തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും ഉപ്പുപൊടിയും കുരുമുളക് പൊടിയും കുറച്ച് വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങ നീരും ചേർത്തിരുന്നു, അത് കാണിക്കാൻ മറന്നുപോയി. എല്ലാം കൂടി ഒന്ന് അടിച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ മാരിനേറ്റ് ചെയ്യാനുള്ള പരിപാടി തുടങ്ങാം. ചിക്കനിലേക്ക് മസാല മൊത്തമിട്ട് ഞാൻ നന്നായി മാരിനേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഹെൽത്തി മയോണൈസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിനായിട്ട് പുഴുങ്ങിയ മുട്ടയും ഉപ്പുപൊടിയും കുരുമുളക് പൊടിയും വെള്ളവും കുറച്ച് ഒലിവ് ഓയിലും ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സാലഡിനായിട്ട് കുക്കുംബറും ക്യാരറ്റും കട്ട് ചെയ്തെടുക്കാം. ചിക്കൻ്റെ ഒരു സൈഡ് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ബ്രഷ് ചെയ്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇനി 5 മിനിറ്റ് കൊണ്ട് എടുക്കും റെഡി ആവാനായിട്ട്. അപ്പോൾ കുറച്ച് നേരം മോൻ്റെ അടുത്ത് പോയിരിക്കാം. അവൻ്റെ കൂടെ കുറച്ച് നേരം കളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ചിക്കൻ റെഡി ആയിട്ടുണ്ട്. സംഭവം പുറത്തെടുത്തപ്പോഴേക്കും കിഡിലൻ സ്മെല്ല്, നല്ല അൽഫാമിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്ലേറ്റിലേക്ക് വെച്ച് ഗാർണിഷൊക്കെ ചെയ്തെടുക്കാനായിട്ട് അജു വന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ അജു ടേസ്റ്റ് ചെയ്ത് നോക്കി. ഞാനൊന്നും ക്യാമറയ്ക്ക് നോക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഞാൻ കഴിച്ചു നോക്കി, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ റെസ്റ്റോറൻറ്റിൽ നിന്നൊന്നും കഴിക്കണ അത്ര ടേസ്റ്റ് ഒന്നും ഇല്ല. നമ്മൾ ഹെൽത്തി ആയിട്ട് ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് കൊടുത്ത് ഉണ്ടാക്കിയതല്ല. അപ്പം അത്രേ ഉള്ളൂ. ബൈ.